കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞ സ്ലാബിനടിയിൽ കുടുങ്ങിയ തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി ഉദയ് ആണ് മരിച്ചത്. റിയാസ് KMR വിവരങ്ങൾ നൽകുന്നു. ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഒഡീഷ സ്വദേശി ഉദയ് ആണ് മരിച്ചിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളിയാണ് ഉദയ്. കോഴിക്കോട് കക്കോടിയിൽ ശശീന്ദ്ര ബാങ്കിന് സമീപത്തെ കൊല്ലം ഭാഗത്ത് വീട്ടിൽ മതിലിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിനിടെ മതിലിന്റെ സ്ലാബ് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഏറെ നേരം ഈ സ്ലാബിനകത്ത് അകപ്പെട്ട ഉദയ് ആദ്യം തുടക്കത്തിൽ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വെള്ളിമാടുകുന്നിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തി ഏറെ പണിപ്പെട്ടാണ് ഇദ്ദേഹത്തെ പുറത്തെത്തിച്ച ഉടൻ തന്നെ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന ആംബുലൻസിൽ കയറ്റി ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉദയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ലാബ് പൊന്തിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഇദ്ദേഹം അവിടെ സുരക്ഷിതനാണ് എന്ന് കരുതുന്ന വിധത്തിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ തലയുടെ ഒരു ഭാഗത്തുൾപ്പെടെ പരിക്കേറ്റിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉദയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള ഒഡീഷ സ്വദേശി ഉദയ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഉദയ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഉദയ് മാഞ്ചി എന്നാണ്. ഉദയ് മാഞ്ചിയെ കുറിച്ച് നമ്മൾ തൊട്ടു മുമ്പ് ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നൽകുന്ന സമയത്ത് റിയാസ് KMR ആദ്യം സൂചിപ്പിച്ചിരുന്നു. അവിടെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്താൻ കഴിയും, സ്ലാബിനടിയിൽ നിന്ന് സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്താൻ കഴിയും, പക്ഷേ സമയമെടുത്തേക്കാം എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മരണം സംഭവിച്ചിരിക്കാൻ സാധ്യത ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ലാബ് ശരീരത്തിൽ പതിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇദ്ദേഹം അവിടെ അപകടത്തിൽപ്പെടുന്നു. സ്ലാബ് ആ സമയത്ത് ഇദ്ദേഹം തുടക്കത്തിൽ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്തും പിന്നീട് വെള്ളിമാടുകുന്നിൽ നിന്ന് അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ എത്തി അവിടെ ഈ ഒരു രക്ഷാദൗത്യം തുടങ്ങുന്ന വേളയിലുമെല്ലാം തന്നെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമായിരുന്നു നമ്മളോട് ഉൾപ്പെടെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇദ്ദേഹത്തെ അവിടെ ഒരു സുരക്ഷിതമായ രീതിയിൽ കാണുന്ന രീതിയിലായിരുന്നു. പക്ഷേ തലയുടെ ഒരു ഭാഗത്ത് ഈ സ്ലാബിന്റെ കോൺക്രീറ്റ് സ്ലാബിന്റെ ഒരു ഭാഗം വന്ന് പതിച്ചു എന്നാണ് സംശയിക്കുന്നത്. അതിന്റെ ഒരു ക്ഷതം ആന്തരികമായി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ ഉൾപ്പെടെ സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പുറമേ നിന്ന് സ്ലാബിന് ഇടയിലൂടെ നോക്കിയാൽ കാണാത്ത രീതിയിൽ ഈ രക്തം ഒലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നത്. പക്ഷെ ഉദയ് മാഞ്ചി മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് മെച്ചപ്പെട്ട ഉപജീവന മാർഗം തേടി വരികയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ബന്ധുക്കളെയും ഒക്കെ തൻ്റെ അധ്വാനത്തിലൂടെ ഒരു ജീവിതമാർഗത്തിലേക്ക് എത്തിക്കണമെന്ന പ്രതീക്ഷയിൽ ഇവിടേക്ക് വരുന്ന എത്രയെങ്കിലും അതിഥി തൊഴിലാളികളുണ്ട്. ഇന്ന് കേരള പിറവി ദിനമാണ്. ഈ കേരള പിറവി ദിനം എന്ന് പറയുമ്പോൾ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അധ്വാനം കൊണ്ടുകൂടിയാണ് കേരളം വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ബീഹാറികളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും നാം നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലം കൂടിയാണ് കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പാതകളും ഉയരുന്ന വലിയ ബഹുനില കെട്ടിടങ്ങളും എല്ലാം തന്നെ. അതിൽ ഒരാൾ അങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കെ സ്ലാബ് വീണ് മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത, ആ അതിഥി തൊഴിലാളിയുടെ മരണം, അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇനി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തിക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ വേണ്ടതുണ്ട്. ഇതിനു മുൻപും അത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഡശ്ശേരി ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ. അതായത് തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളോട് നമ്മിൽ ചിലരെങ്കിലും നമ്മുടെ സമീപനത്തിൽ പുലർത്തുന്ന ഒരു പുച്ഛ സ്വഭാവം, നടന്നു പോകുമ്പോൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ചായ കുടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് അവർ അവരുടെ ബംഗാളി ഭാഷ പറയുമ്പോൾ നമ്മളെക്കാളും താഴ്ന്നവരാണ് അവർ എന്നുള്ള നിലയ്ക്ക് ചില മലയാളികളെങ്കിലും അവരോട് പുച്ഛത്തിൻ്റെയും സംശയത്തിൻ്റെയും ദൃഷ്ടിയിൽ പെരുമാറുന്നുണ്ട്. പക്ഷേ അവർ കൂടി പടുത്തുയർത്തിയതാണ് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആ ഒഡീഷ തൊഴിലാളി ഉദയ് മാഞ്ചി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിനിടെ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഒഡീഷയിലെ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി തിരിയേണ്ടത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കക്കോടിയിൽ വീടിൻ്റെ മതിലിടിഞ്ഞ സ്ലാബിനടിയിൽ കുടുങ്ങിയ തൊഴിലാളി
മരിച്ചിരിക്കുന്നു. ഒഡീഷ സ്വദേശി ഉദയ് മാഞ്ചിയാണ് മരിച്ചത്. ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്താം.